അപ്പോൾ ഇന്ന് നമുക്ക് ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന ആവോലിയാണ്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ അയിലയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല രുചിയാണത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു 4ഓ 5ഓ പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഇതിൽ നമ്മൾ മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 5 പച്ചമുളക് എടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാടങ്ങ് മൂത്ത് പോവരുത്, അതായത് ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവരുത്. ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് വളരെ കുറച്ചിടണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കെങ്കിൽ, നല്ല എരിയുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഇട്ടേക്കുന്ന പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, പുളിയും ചേർക്കണം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തേക്കുന്നത്. ഞാനൊരു 3 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണിത്. ഈ പുളിയും കൂടെ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് വെള്ളത്തിലാണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ വെള്ളത്തോടു കൂടെ തന്നെയാണ് ഇടുന്നത്. ഇനി ഇത് കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി എപ്പോഴും കുറച്ചേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കഴിക്കും. ഒരു 2 നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ ഇവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഒരു പകുതി വേവാകുമ്പോൾ നമുക്കിതിനകത്തോട്ട് തേങ്ങ അരച്ചത് ചേർക്കണം. ഇതിപ്പം മീൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ച് വെച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചിലരാണെങ്കിൽ ഇതിനകത്ത് ചെറിയ ഉള്ളി ചേർക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് അരയ്ക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. പുളി ഒന്ന് നോക്കണം. പുളിയും കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു കഷ്ണം പുളി അങ്ങെടുത്ത് മാറ്റിയാൽ മതി. ഇത് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ ഇട്ട് നമ്മൾ ഇളക്കരുത്. നമ്മളിങ്ങനെ ചട്ടി പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ മീൻ കറി അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്